നമസ്കാരം, ഞാൻ ഡോക്ടർ നിത വർഗീസ്. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ അലട്ടുന്ന, പ്രത്യേകിച്ച് കുട്ടികളെ കൂടുതലായിട്ട് അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കൃമിരോഗം അഥവാ വിരശല്യം. അപ്പോൾ കൃമിരോഗത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് കൃമിരോഗം കൂടിക്കഴിഞ്ഞാൽ മുതിർന്നവരും അതുപോലെ കുട്ടികളും കാണിക്കുന്ന ലക്ഷണങ്ങൾ, എപ്പോഴാണ് മരുന്നുകൾ കഴിക്കേണ്ടത്, ഈ വിരമരുന്ന് കഴിച്ചാൽ മാത്രം മതിയോ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൂടെ ശ്രദ്ധിക്കണം, അതിൽ എത്ര തരത്തിലുള്ള കൃമികളുണ്ട് എന്നതിനൊക്കെയുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കൃത്യസമയത്ത് ചികിത്സ ഉറപ്പാക്കേണ്ട ഒന്നാണ് വിരശല്യം. കാരണം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് മുതിർന്നവരിലും കുട്ടികളിലും വിരശല്യം കൂടുന്നതോടുകൂടി കണ്ടുവരുന്നത്. പലതരത്തിലുള്ള വിരകളുണ്ട്. അതിൽ നമുക്ക് കോമൺ ആയിട്ട് അതായത് കുട്ടികളിലൊക്കെ വരുന്നതിൽ 75% വരുന്നത് പിൻ വേംസ് ആണ്. അതുപോലെ ഹുക്ക് വേം, റൗണ്ട് വേം, അതുപോലെ വിപ്പ് വേം എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള വിരകൾ ഉണ്ട്. അതുപോലെ ആയുർവേദത്തിലാണെങ്കിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള കൃമികളെ കുറിച്ചാണ് പറയുന്നത്. രക്തജകൃമി, കഫജകൃമി, പുരീഷജകൃമി എന്നിങ്ങനെ 3 തരത്തിലാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ ഇതിനുണ്ടാകാനുള്ള കാരണങ്ങൾ, ആയുർവേദത്തിൽ പറയുന്ന കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് വെച്ചാൽ, ഒന്നാമത്തേത് അജീർണ ഭോജനെ എന്നാണ് പറയുന്നത്. അതായത് ദഹനക്കേട് മൂലം, കഴിച്ച ആഹാരങ്ങൾ നന്നായിട്ട് ദഹിക്കാത്തത് മൂലം ആണ് കൃമി ഉണ്ടാകാനുള്ള പ്രധാന കാരണമായിട്ട് ആയുർവേദം പറയുന്നത്. അതുപോലെ അമിതമായിട്ട് മധുരവും പുളിയുമുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത്, അമിതമായിട്ട് ദ്രവരൂപത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത്, അതുപോലെ ഉഴുന്ന്, പാല്, തൈര്, പച്ചയായ ഇലക്കറികൾ എല്ലാം അമിതമായിട്ട് ഉപയോഗിക്കുന്നത്, ശർക്കര ചേർത്ത ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നത്, അതുപോലെ വ്യായാമമൊന്നുമില്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ, പകലുറങ്ങുന്ന ആളുകൾക്ക്, ഇവർക്കൊക്കെ കൃമി ഉണ്ടാകാനുള്ള കാരണങ്ങളായിട്ട് പറയുന്നു. അതുപോലെ അശ്രദ്ധമായിട്ട് ആഹാരം പാചകം ചെയ്യുന്നത്, കഴിക്കുന്നതിലൂടെയും അതുപോലെ നന്നായിട്ട് വേവിക്കാതെ മാംസാഹാരങ്ങൾ കഴിക്കുന്നതൊക്കെ കൃമി ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളാണ്. വിരശല്യത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് കുട്ടികൾക്ക് പൊക്കിളിന് ചുറ്റുമുള്ള വേദന പറയുകയാണെങ്കിൽ അത് വിരശല്യത്തിൻ്റെ ലക്ഷണമായി തന്നെ കണക്കാക്കാം. അതുപോലെ ചില സമയങ്ങളിൽ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം വയറുവേദന പറയുന്നത്, അതിൽ വയറിലെ ഓരോ അസ്വസ്ഥതകൾ പറയുന്നതൊക്കെ ഇതിൻ്റെ ലക്ഷണമാണ്. അതുപോലെ മലവിസർജന സമയത്ത് രക്തം കാണുക അല്ലെങ്കിൽ മലദ്വാരം പുറത്തേക്ക് വരുന്നതായിട്ട് തോന്നുക, ഇതൊക്കെ അവസ്ഥകൾ ഇതിൽ കണ്ടേക്കാം. അതുപോലെ ഒരു ക്ഷീണം വരിക, അലസത വരിക, അല്ലെങ്കിൽ പഠനത്തിനോ കളികളിലോ ഒന്നും ഒരു ഉന്മേഷമില്ലാതിരിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും വിരശല്യത്തിനുള്ള അല്ലെങ്കിൽ വിരയ്ക്കുള്ള ചികിത്സ സ്വീകരിക്കണം. അതുപോലെ മലദ്വാരത്തിൽ അസഹ്യമായ ചൊറിച്ചിൽ അനുഭവപ്പെടുക എന്നുള്ള പ്രധാന ലക്ഷണം തന്നെയാണ്, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ. കാരണം നമ്മൾ ആദ്യം പറഞ്ഞ ആ പിൻ വേംസ് മുട്ടയിടാനായിട്ട് പെൺ വിരകളാണ് രാത്രി സമയത്താണ് മലദ്വാരത്തിൻ്റെ അടുത്തേക്ക് വന്ന് അവർ മുട്ടയിടുന്ന ആ ഒരു സമയത്ത് അസഹ്യമായ ചൊറിച്ചിൽ കുട്ടികളിലും അതുപോലെ തന്നെ മുതിർന്നവരിലും അനുഭവപ്പെട്ടേക്കാം. അതുപോലെ വിശപ്പില്ലായ്മ, അതായത് എന്ത് ആഹാരം കഴിക്കാൻ ഭക്ഷണത്തോടൊക്കെ ഒരു ഇഷ്ടക്കുറവ് തോന്നുന്നതും, അതുപോലെ എന്ത് ആഹാരം കഴിച്ചാലും അത് നമ്മുടെ ശരീരത്തിൽ പിടിക്കാതെ വരുന്ന അവസ്ഥ. കാരണം ചിലർ പറയും ആഹാരം കഴിക്കുന്നുണ്ട് പക്ഷേ മെലിഞ്ഞു പോവുകയാണ്, ശരീരം മെലിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഈ കൃമിയുടെ ഒരു പ്രധാന ലക്ഷണം തന്നെയാണ്. അതുപോലെ പോഷകാഹാരക്കുറവ്, രക്തക്കുറവ്, ഇതൊക്കെ വിര കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകളാണ്. നമ്മൾ ആഹാരം കഴിച്ചാലും അതിലെ പോഷകങ്ങളൊന്നും കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ പറ്റാതെ വരുന്നതും ഈ വിരകൾ ഉള്ളത് കൊണ്ടാണ്. അതുപോലെ ഓക്കാനം വരിക, ഛർദ്ദിക്കാനായിട്ട് വരിക, അതുപോലെ വയറിളക്കമായിരിക്കാം ചില കുട്ടികളിൽ കാണിക്കുന്ന ഒരു സിംറ്റം, ചിലർക്ക് മലബന്ധമായിരിക്കും മറ്റ് ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് വെച്ചാൽ അലർജി പ്രശ്നങ്ങൾ, അതായത് വിട്ടുമാറാത്ത ചുമ, പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന ചുമ, അതുപോലെ തൊലിപ്പുറത്തുണ്ടാകുന്ന അലർജി. മിക്ക കുട്ടികളുടെയും മുഖത്ത് ഒക്കെ വെള്ള നിറത്തിലുള്ള പാടുകളൊക്കെ കാണാം. അപ്പോൾ അത് കാണുമ്പോൾ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിരശല്യം ഉണ്ട് എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി, അതും ഈ വിരയുടെ ശല്യം കൊണ്ട് തന്നെ വരുന്നതാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു പോഷകാഹാരക്കുറവ് വരുന്നതും വൈറ്റമിൻ്റെ കുറവ് വരുന്നതും ഒക്കെ
ഈ വിരയുടെ ശല്യം മൂലമാണ്. അതുപോലെ ഹുക്ക് വേംസ് ഒക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളതെങ്കിൽ രക്തക്കുറവ് വരും. അപ്പോൾ രക്തക്കുറവ് മൂലം ഉണ്ടാകുന്ന അസ്വസ്ഥതകളെല്ലാം കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും തലവേദനയും തലചുറ്റലും അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ്, ഏകാഗ്രതക്കുറവ്, അതുപോലത്തെ എല്ലാ പ്രശ്നങ്ങളും, രക്തക്കുറവിനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വിരശല്യത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇവയെല്ലാം. ഇനി നമുക്ക് എന്തെല്ലാം ആണ് ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായ മരുന്നുകളുണ്ട്. അത് കഷായമുണ്ട്, അരിഷ്ടം, ലേഹ്യം, ഗുളികകൾ ഒക്കെ കൃമിശോധനഹരമായിട്ടുള്ള മരുന്നുകളൊക്കെ ലഭ്യമാണ്. പക്ഷെ ഇതൊരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കഴിക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഇത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഇത് പകരുന്ന, അതായത് കുട്ടികളുടെ നഖത്തിൻ്റെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു കുട്ടികൾക്കും അതുപോലെ വീട്ടിലുള്ള എല്ലാവർക്കും ഇത് പകരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ കൃമി ശോധനമായിട്ടുള്ള ഔഷധം കഴിക്കുമ്പോൾ അത് വീട്ടിലുള്ള എല്ലാവരും കഴിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഈ വിരമരുന്ന് കഴിച്ചാൽ മാത്രം ഇത് കംപ്ലീറ്റ്ലി മാറുകയില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ശുചിത്വം തന്നെയാണ്. പേഴ്സണൽ ഹൈജീൻ നന്നായിട്ട് വേണം. അതുപോലെ തന്നെ വീട്ടിലെ ഓരോ അന്തരീക്ഷവും നല്ല വൃത്തിയുള്ളതായിരിക്കണം. പേഴ്സണൽ ഹൈജീനിൽ കുട്ടികൾക്ക്, തീരെ ചെറിയ കുട്ടികളെ വരെ നമുക്ക് ശീലിപ്പിക്കാവുന്നതാണ്. കൈകൾ നന്നായിട്ട് സോപ്പിട്ട് കഴുകണം. ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് കഴുകാനായിട്ട് പറയുക. പ്രത്യേകിച്ചും ആഹാരം കഴിക്കുന്നതിന് മുമ്പും അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞ് വന്നതിന് ശേഷവും സോപ്പിട്ട് തന്നെ കൈ കഴുകാനായിട്ട് അവരെ ശീലിപ്പിക്കുക. അതുപോലെ നഖം കൃത്യസമയത്ത് നഖങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കി അഴുക്കൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ നഖം കടിക്കുന്ന ശീലമുള്ള കുട്ടികളും മുതിർന്നവരുമുണ്ട്. അപ്പോൾ ആ ഒരു ശീലമുള്ളവർക്ക് വിരയുടെ ശല്യം സ്ഥിരമായിട്ടുണ്ടാകും. അപ്പോൾ നഖം കടിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പതുക്കെ ഒഴിവാക്കുക. കുട്ടികളെയും അത് കടിക്കുന്നതിൽ നിന്ന് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം നഖത്തിൻ്റെ ഇടയിലൊക്കെ രോഗാണുക്കൾ, അതുപോലെ തന്നെ ഈ വിരയുടെ എല്ലാ കാര്യങ്ങളും, അതായത് അസഹ്യമായ ചൊറിച്ചിലുണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ ചൊറിഞ്ഞ് നഖത്തിൻ്റെ ഇടയിലൊക്കെ അതിൻ്റെ മുട്ടകളൊക്കെ കയറിയിരിക്കുക. അപ്പോൾ അത് പിന്നെയും അവർ ഭക്ഷണം കഴിക്കുമ്പോൾ വയറിനുള്ളിൽ അഗെയിൻ എത്തും. അപ്പോൾ അതുകൊണ്ട് ഈ വിരശല്യം വിട്ടുമാറാതെ നിൽക്കുന്നതായിട്ട് കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവരുടെ അടിവസ്ത്രങ്ങളൊക്കെ ചൂടുവെള്ളത്തിൽ കഴുകി വെയിലത്ത് ഉണക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ, അതായത് ഇവർ പറയുമല്ലോ നല്ല ചൊറിച്ചിലുണ്ട്, പിന്നെ ഉറക്കക്കുറവ് വരും, കാരണം രാത്രിയിലാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അവർ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, ഉറക്കം നന്നായിട്ട് ശരിയാവുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ വസ്ത്രം, പ്രത്യേകിച്ച് അടിവസ്ത്രങ്ങൾ വളരെ ക്ലീനായിട്ട് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, പഴവർഗ്ഗങ്ങളും അതുപോലെ പച്ചക്കറികളും നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. വൃത്തിയായിട്ട് ഭക്ഷണം പാകം ചെയ്തത് മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ശുദ്ധമായ വെള്ളം ഉപയോഗിക്കുക. അതിൽ നമ്മുടെ ആഹാര സാധനങ്ങളൊക്കെ നന്നായിട്ട് മൂടി വെക്കുക. കാരണം ഈച്ചകളൊക്കെ ഒന്നും വന്നിരിക്കാൻ സമ്മതിക്കാതെ നന്നായിട്ട്, അതായത് വൃത്തിയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ശല്യത്തിൽ നിന്ന്, ഈ വിരയുടെ ശല്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും നമുക്ക് രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ദിവസവും രാവിലെ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഈ വിട്ടുമാറാത്ത വിരശല്യം, അതായത് ചിലരൊക്കെ പറയാറുണ്ട് 6 മാസം കൂടുമ്പോഴൊക്കെ വിരമരുന്ന് കൊടുത്താലും ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നൊക്കെ. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കൃമിയുടെ ശല്യം അധികമായിട്ടിരിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന 2 കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഒന്ന്, മഞ്ഞൾപ്പൊടി തേനിൽ ചാലിച്ച് 2 നേരം സേവിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ പഴവർഗ്ഗങ്ങളിൽ പപ്പായ, പഴുത്ത പപ്പായ നന്നായിട്ട് പഴുത്തത് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും വളരെ ഫലപ്രദമായ ഒന്നാണ് പപ്പായ കഴിക്കുന്നത്. അത് പച്ച പപ്പായ തോരനാക്കി കഴിക്കുന്നതും വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധം തന്നെയാണ്. അതുപോലെ ക്യാരറ്റ് ആണെങ്കിലും ബീട്രൂട്ടും ഇവയൊക്കെ കഴിക്കുന്നത് കൃമിയുടെ ശല്യം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ ആര്യവേപ്പിൻ്റെ ഇലയും തുളസിയുടെ ഇലയും ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ഗുഹ്യഭാഗങ്ങളൊക്കെ, സ്വകാര്യ ഭാഗങ്ങൾ കഴുകുന്നത് ചൊറിച്ചിൽ അകറ്റാനും ഒക്കെ സഹായിക്കുന്ന
ഒന്നാണ്. പിന്നെ വേറൊരു കാര്യം കൂടി, ഈ ആർഷസ് രോഗികൾക്ക് അല്ലെങ്കിൽ ഫിസ്റ്റുല, ഫിഷർ ഇനേനോ എന്നൊക്കെ പറയുന്ന മൂലവ്യാധികളിലും ഒരു പ്രധാന ലക്ഷണം മലദ്വാരത്തിലുള്ള ചൊറിച്ചിലാണ്. അപ്പോൾ അത് ഏതാണ്, വിരയുടെ ശല്യം കൊണ്ട് തന്നെയാണോ മലദ്വാരത്തിലുള്ള ചൊറിച്ചിൽ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം ആർഷസ് രോഗികളുടെ പൂർവ്വരൂപമായിട്ട്, അതായത് പൈൽസ് ഒക്കെ വരുന്നതിന് പൂർവ്വരൂപമായിട്ട് അസഹ്യമായൊരു ചൊറിച്ചിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രോഗികളവ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് മുതിർന്നവർ മനസ്സിലാക്കുക, ഇത് വിരയുടെ ശല്യം കൊണ്ട് തന്നെയുള്ള ചൊറിച്ചിലാണോ എന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ കൃമിശല്യം അകറ്റാൻ സാധിക്കും. അപ്പോൾ കൃമി ഉണ്ടാകാനുള്ള കാരണങ്ങളും കാണിക്കുന്ന ലക്ഷണങ്ങളെക്കുറിച്ചും അതുപോലെ മരുന്ന് ഉള്ളിൽ കഴിക്കുന്നതോട് കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. നന്ദി, നമസ്കാരം.